ഇപ്പോൾ ലൈൻ വരുന്ന ഒരു ഭാഗത്ത് നമ്മൾ 2 വയർ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്പാർക്കായിട്ട് ഫീസ് പോകില്ലേ? പക്ഷേ ഇവിടെ പോകുന്നില്ല, കണ്ടില്ലേ? നമ്മൾ വയർ ഊരി കഴിഞ്ഞാൽ ബൾബ് ഓണാവും, അതുപോലെ കുത്തി കഴിഞ്ഞാൽ ഓഫാവും, അല്ലാതെ MCB ട്രിപ്പ് ആവുന്ന പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കാണാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്വിച്ച് ബോർഡ് കേട്ടോ. ഈ ഒരു സ്വിച്ച് ബോർഡ് സാധാരണ ഒരു സ്വിച്ച് ബോർഡല്ല, ഇതിന് നമ്മളൊരു ചെറിയൊരു ട്രിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒരു ലൈറ്റ് നമ്മൾ പ്ലഗ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അതുപോലെ സാധാരണ ഒരു 9 വാട്ട്സ് ബൾബ് നമ്മൾ പ്ലഗ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 9 വാട്ട്സ് അല്ലാതെ, അതായത് 9 വാട്ട്സിൽ കൂടുതൽ നമുക്കിതിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല, ഈ ലൈൻ വരുന്ന ലൈനിൽ 2 വയറും ഷോർട്ട് ചെയ്താലും ഫീസും പോവില്ല, MCB ട്രിപ്പ് ആവില്ല, വയർ കത്തുന്ന ഒരു പരിപാടിയും വരില്ല കേട്ടോ. അത്ര ഒരു സ്വിച്ച് ബോർഡാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ വർക്കാണ് കേട്ടോ. നമ്മൾ ആ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു 9 വാട്ട്സിൻ്റെ ബൾബ്, നമ്മൾ സാധാ ബൾബ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് പ്ലഗ് ചെയ്തു, കറക്റ്റായിട്ട് നല്ല പവർ തന്നെ, അത് എത്രയാണോ അതിൻ്റെ പവർ, ആ പവർ എടുത്തിട്ട് ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ വയർ തമ്മിൽ ഷോർട്ട് ചെയ്യാൻ പോവാണ്. അതായത് ആ ലൈറ്റ് കുത്തിയിരിക്കുന്ന ആ 2 ഹോള് കണ്ടില്ലേ, ആ ഹോളിൽ നമ്മൾ ഡയറക്റ്റ് ഒരു വയർ എടുത്തിട്ട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് അറിയാം. സ്പാർക്ക് വരും, അതുപോലെ ഫീസ് പോവും. പക്ഷേ ഇവിടെ അത് സംഭവിക്കില്ല. ഇവിടെ നമ്മൾ വയർ കുത്തിയാൽ ലൈറ്റ് ഓഫ് ആവുകയേ ചെയ്യുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള ഒരു അപകടവും സംഭവിക്കില്ല. MCB ട്രിപ്പ് ആവില്ല, ഫീസ് പോവില്ല, വയർ കത്തില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കണ്ടില്ല, നമ്മൾ വയർ കുത്തുമ്പോൾ ബൾബ് ഓഫ് ആവുന്നു, എടുത്ത് ഓൺ ആവുന്നു, എടുത്ത് ഓഫ് ആവുന്നു, ആ ഒരു പ്രക്രിയ മാത്രമേ ഇവിടെ നടക്കുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരു സ്വിച്ച് ബോർഡാണ് നമ്മൾ ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു നമ്മളൊരു സാധനം വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കാണുന്നതിന് മുന്നേ നമുക്കിതിൽ വരുന്ന വോൾട്ടേജ് എത്രയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും, ചിലപ്പോൾ ഇത് DC വോൾട്ടായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ AC ഇതിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. AC വോൾട്ടേജിലേക്ക് നമ്മൾ 400 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. നമ്മൾ ഓൺ ചെയ്തപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 228 വോൾട്ടേജ് വരുന്നുണ്ട് കേട്ടോ. 228, 27 കറക്റ്റ് വോൾട്ടേജ് തന്നെ AC വോൾട്ടേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ 228 വോൾട്ടേജ് AC വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വയർ എടുത്തിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഒന്ന് നിങ്ങൾക്ക് ആ മൾട്ടിമീറ്ററിൽ നോക്കിയാലും കാണാം, ലൈറ്റ് ഓഫ് ആവുന്നതും കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതാണ് നമ്മൾ വയർ കുത്തിയത് ശേഷം ലൈറ്റ് ഓഫ് ആവുന്നു, ഓണാവുന്നു, ഓഫ് ആവുന്നു, ഓണാവുന്നു, അതുപോലെ ഫീസ് പോവുകയോ വയർ കത്തിക്കുന്ന അങ്ങനെ ഒരു പ്രശ്നങ്ങളും വരില്ല കേട്ടോ. അതാണ് നമുക്ക് ഇന്ന് ഒരു ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ ചെയ്തെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോൾഡറിൽ നിന്ന് ആ ബൾബ് ഓണായിരുന്നു, ഹോൾഡറിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് അവർ അവിടെ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. എന്താണ് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 9 വാട്ട്സിൻ്റെ കൂടുതൽ ബൾബ് കത്തിക്കാൻ പറ്റില്ല. അതാണ് ഇതിൽ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ വയർ ഷോർട്ട് ചെയ്താലോ വീട്ടിനുള്ളിൽ ഫീസ് പോവുകയോ MCB ട്രിപ്പ് ആവുകയോ ഒന്നും ചെയ്യില്ല. നമുക്ക് 9 വാട്ട്സ് ബൾബ് കൂടുതൽ നമുക്കിതിന് എടുക്കാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. അതെന്താണ് നമ്മൾ ആ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ആവശ്യത്തിന് മാത്രം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വയർ എന്തെങ്കിലും ഷോർട്ട് ആവുന്ന പ്രശ്നം വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫീസ് പോവില്ല, അതുപോലെ MCB ഒന്നും ട്രിപ്പ് ആവില്ല. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് ബോർഡ് അയച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഇത്രയേ ഉള്ളായിരുന്നോ എന്നുള്ളത് തോന്നൽ വരും. കാരണം ഈ ഒരു വീഡിയോ ആർക്കും തന്നെ ഉപകാരപ്രദമായിരിക്കും. കാരണം ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തെടുക്കാൻ വലിയ ടെക്നിക്കലായ അറിവൊന്നും വേണ്ട, സിമ്പിൾ മെത്തേഡാണ്. ഇത് കണ്ടില്ലേ, ചെറിയൊരു ഒരു കപ്പാസിറ്ററാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ഉണ്ടാവില്ല എങ്ങനെ ഒരു കപ്പാസിറ്റർ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് 2.5ൻ്റെ നമ്മൾ ഫാനിലേക്കൊക്കെ വെക്കുന്ന, സീലിംഗ് ഫാനിലൊക്കെ വെക്കുന്ന ഒരു കപ്പാസിറ്ററാണ്. ഇത് സീരീസ് ചെയ്തിട്ട് നമ്മൾ പ്ലഗിലേക്ക് കൊടുത്തു. അത്രേ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിൾ വർക്കാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ മാത്രമല്ല, നമുക്ക് പോകുന്ന ലൈനിൽ തന്നെ നമുക്കത് കൊടുക്കാം. അപ്പോൾ അത് എങ്ങനെയെന്നും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹോൾഡർ, ഒരു ബൾബും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു കപ്പാസിറ്റർ എടുത്തു. നമ്മൾ ആദ്യം ബൾബൊന്ന് ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ എടുത്ത ശേഷം
ബൾബിക്ക് വരുന്ന ആ 2 വയറുണ്ടല്ലേ, ആ 2 വയറിൽ ഏതെങ്കിലും ഒരു വയറിൽ നമ്മൾ കപ്പാസിറ്റർ കൊടുക്കുക. അതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് വെക്കുക, ഇതിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്ത ശേഷം കപ്പാസിറ്ററിൽ നിന്ന് വരുന്ന ഒരു വയർ നേരെ, അതേപോലെ ലൈറ്റിൽ നിന്ന് വരുന്ന ഒരു വയർ ഡയറക്റ്റ് ആയിരിക്കും, കപ്പാസിറ്ററിൽ വരുന്ന ഒരു വയർ നേരിട്ടും കൊടുക്കുക, ഓൺ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിൽ നമ്മൾ ഈ ഒരു LED ബൾബ് ഇട്ടാൽ മാത്രമാണ് ഈ ഒരു പവർ വരുള്ളൂ, അല്ലാതെ വലിയൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ അതേ സിസ്റ്റം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. വയർ നീളമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ 9 വാട്ട്സിൻ്റെ ബൾബ് ഇട്ടു, നല്ല രീതിയിൽ തന്നെ നല്ല പ്രകാശത്തിൽ കത്തുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാനൊരു 60 വാട്ട്സ് ബൾബ് ഇട്ട് കാണിച്ചു കൊടുക്കാൻ പോകട്ടോ. അത് എങ്ങനെയാണ് എത്ര പവറിൽ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിന്ന് കറക്റ്റ് എത്ര വാട്ട്സ് വരെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളൊരു 60 വാട്ട്സിൻ്റെ ബൾബ് എടുത്ത് നമ്മൾ ഒന്ന് ഇട്ട് നോക്കുകയാണ്. കണ്ടില്ലേ, ചെറിയൊരു പവറിലാണ് കത്തുന്നുള്ളൂ. അപ്പോൾ ഇതിന്ന് നമുക്ക് വലിയ കറണ്ടൊന്നും എടുക്കാൻ സാധിക്കില്ല. 9 വാട്ട്സ് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡിന് മാത്രം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മൾ ബൾബ് ഇട്ട സ്ഥലത്ത് ഷോർട്ട് ചെയ്തിട്ട് ഫീസ് പൂക്കുക അങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇനി സംഭവിക്കില്ല. അപ്പോൾ ഇതേപോലെ ഒരു മെത്തേഡ് നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ആളില്ലാത്ത സമയത്ത് പുറത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ഷോർട്ട് ചെയ്താലോ അതുപോലെ ലൈൻ വലിച്ചാലോ 9 വാട്ട്സിന് കൂടുതൽ ബൾബ് കത്തിക്കാനോ അല്ലെങ്കിൽ ഒരു ഉപകരണങ്ങളും പ്രവർത്തിക്കാനോ പറ്റില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്കൊരു അറിവിലേക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല സേഫായിട്ട് ചെയ്യുക. ലൈനൊക്കെ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.